കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കഠിനമായ ഈ വേനൽക്കാലത്ത് ഖാദി ധരിക്കൂ കൂളാകൂ എന്ന ക്യാമ്പയിൻ കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ വെച്ച് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ വൈസ് ചെയർപേഴ്സൺ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഖാദി ബോർഡ് ഡയറക്ടർ കെ വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പ്രോജക്ട് ഓഫീസർമാരായ ഷോളി ദേവസ്യ, പി സുഭാഷ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ അനിൽ, ജൂനിയർ സൂപ്രണ്ടുമാരായ പി ശ്രീജിത്ത്, കെ മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്തു. ഡയറക്ടർ വി ഷിബു സ്വാഗതവും വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ കെ വി ഫാറൂഖ് നന്ദിയും പറഞ്ഞു. ഫെസ്റ്റിൽ ചൂടുകാലത്ത് ധരിക്കാൻ അനുയോജ്യമായ സമ്മർ കൂൾ ഷർട്ടുകൾ, മില്ലേനിയം ഷർട്ടുകൾ, പാപ്പിലോ ഷർട്ടുകൾ എന്നിവയും കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഉടുപ്പുകളും സ്ത്രീകൾക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ സമ്മർ ടോപ്പുകളും കോട്ടൺ സാരികളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റുമുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിക്കുന്നതാണ്. ഫെസ്റ്റ് മെയ് 30 സമാപിക്കും. വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് എന്ന് പലപ്പോഴും പറഞ്ഞു വരുന്നുണ്ട്. ഇന്നത്തെ അതികഠിനമായ ചൂടിൻ്റെ സാഹചര്യത്തിലും അതൊന്നുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം. അതികഠിനമായ ചൂടിൻ്റെ സമയത്ത് ചൂട് ക്രമീകരിക്കാൻ ഉതകുന്ന പരുത്തി വസ്ത്രമാണ് ഖാദി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി അതികഠിനമായിട്ടുള്ള ഈ ഉഷ്ണത്തിൻ്റെ സാഹചര്യത്തിൽ ചിലർക്ക് അസുഖം വരുന്ന അനുഭവങ്ങൾ വാർത്തയായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. പരുത്തി വസ്ത്രം ധരിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക. അപ്പം അതുകൊണ്ട് ഖാദി ബോർഡ് ഈ കാലാവസ്ഥയിൽ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഖാദി ധരിക്കൂ കൂളാകൂ എന്നതാണ്. ഇപ്പോൾ ഞാൻ ധരിക്കുന്ന ഈ ജുബ്ബ സമ്മർ കൂളാണ്. സമ്മർ കൂൾ എന്ന ബ്രാൻഡ് നെയിമിലാണ് ഇത്തരം വസ്ത്രങ്ങൾ ഖാദി ബോർഡ് തയ്യാറാക്കി വിപണനം ചെയ്യുന്നത്. അപ്പോൾ പരുത്തി വസ്ത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത് ഖാദി ബോർഡിൻ്റെ ഈ വസ്ത്രങ്ങൾ ശ്വസിക്കുന്ന വസ്ത്രമാണ് എന്ന് സാധാരണ പറയാറുണ്ട്. കാരണം അതിൻ്റെ ഇഴയെടുപ്പം അതാണ് ഖാദി തുണിയുടെ പ്രത്യേകത. മറ്റ് സിന്തറ്റിക് തുണികൾക്ക് അവകാശപ്പെടാൻ കഴിയാത്തൊരു കാര്യമാണ്.